നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈജിപ്ഷ്യൻ ഹാലൻഡ് സ്ക്യൂ പെർഫോമൻസ് എന്നൊക്കെയാണ് ഹംസ അബ്ദുൽ കരീമിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് ഇപ്പോൾ പല ഫുട്ബോൾ നിരീക്ഷകരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജോയിൻ ഗ്യാമ്പർ ട്രോഫിയിലും അവൻ ഗോളടിച്ചു. അവൻ്റെ കുഞ്ഞുനാളിലെ ക്ലബ്ബായ അൽ അഹ്ലിക്കെതിരെയാണ് ആ ഗോൾ. കഴിഞ്ഞ സീസണിലാണ് അവനെ അൽ അഹ്ലിയിൽ നിന്ന് ബാഴ്സലോണ കൊണ്ടുവന്നത്. ബാഴ്സ ബി ടീമിലേക്കാണ് അവനെ കൊണ്ടുവന്നത്. ഇപ്പോഴിതാ ബാഴ്സയുടെ ഫസ്റ്റ് ടീമിനോടൊപ്പം ഒരു ഫുൾ പ്രീ സീസൺ അവൻ കളിച്ചിരിക്കുന്നു. അതിൽ 4 കളികളിൽ നിന്ന് 5 ഗോളുകൾ നേടിയിരിക്കുന്നു. അതാണ് ഹാലൻഡെസ്ക്യൂ നമ്പേഴ്സ് അല്ലെങ്കിൽ ഹാലൻഡെസ്ക്യൂ പെർഫോമൻസ് എന്ന രൂപത്തിൽ അവൻ്റെ ഈ ഒരു 18-കാരൻ്റെ പെർഫോമൻസിനെ ഫുട്ബോൾ ലോകം വാഴ്ത്തി പറയുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം നിങ്ങൾക്കറിയാലോ. ബാഴ്സലോണക്ക് 2 സ്ട്രൈക്കർമാരെ നഷ്ടപ്പെട്ട സമയമാണ്. റോബർട്ട് ലെവൻഡോസ്കി പോയി, ഫെറാൻ ടോറസ് പോയി. അതുകൊണ്ട് തന്നെ ബാഴ്സയ്ക്ക് ഒരു സ്ട്രൈക്കർ അത്യാവശ്യമായി നിൽക്കുന്ന സമയം. ഹുലിയൻ അൽവാരസിനായി ബാഴ്സലോണ ശ്രമങ്ങൾ നടത്തിയിട്ട് എങ്ങും എത്താതെ പോയ സമയം. മറ്റ് സ്ട്രൈക്കർമാർ ഓപ്ഷനായിട്ട് ആര് എന്ന് പരിഗണിക്കപ്പെടുന്ന ഒരു സമയത്താണ് ഹംസ അബ്ദുൽ കരീം തനിക്ക് കിട്ടുന്ന അവസരങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് ഇവിടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഹംസയുടെ ഒരു പെർഫോമൻസ് നമ്മൾ ഓരോന്നായിട്ട് പറഞ്ഞാൽ, ഇപ്പം ഏറ്റവും ഒടുവിൽ കളിച്ച ഓരോ മത്സരങ്ങളും നമുക്ക് വളരെ കൃത്യമായിട്ട് കാണിച്ചു തരും അവനെ കൊണ്ട് എന്ത് കഴിയും എന്നുള്ളത്. നോക്കുക, അവൻ ബർമിംഗ്ഹാമിനെതിരെ 2 ഗോളുകളാണ് നേടിയിരുന്നത്. ബേസലിനെതിരെ 1 ഗോൾ നേടി. ഇതാ അൽ അഹ്ലിക്കെതിരെ വീണ്ടും ഗോള്. ഹീസ് ഓൺ ഫയർ എന്ന് തന്നെ പറയണം. ഹൻസി ഫ്ലിക്കിനെ നന്നായിട്ടറിയാം. ഫ്ലിക്ക് ജോയിൻ ഗ്യാമ്പർ ട്രോഫിയിലെ കളിക്ക് ശേഷം പറഞ്ഞു, ഹംസ ഈസ് എ ഗുഡ് സ്ട്രൈക്കർ. നമുക്ക് എങ്ങോട്ടേക്കാണ് അവൻ്റെ വളർച്ച എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും ഒരു ക്രോസുകൾ വരുമ്പോൾ അവൻ എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത് നമ്മൾ കാണുന്നില്ലേ. ഇന്ന് ഞാൻ മറ്റൊരു കാര്യം കൂടി കണ്ടു. അവൻ നല്ല രൂപത്തിൽ ബോൾ ഹോൾഡ് ചെയ്യുന്നു, വിച്ച് ഈസ് ഗുഡ്. ദിസ് ഈസ് വാട്ട് ഐ വാണ്ട് ടു സീ ഫ്രം ഹിം. അവനിൽ നിന്ന് ഇതാണ് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഹൻസി ഫ്ലിക്ക് പറയുമ്പോൾ, ഹൻസി ഫ്ലിക്കിൻ്റെ അടുത്ത സീസണിലേക്കുള്ള പ്രൊജക്റ്റിൽ ഹംസക്ക് നല്ല സ്ഥാനമുണ്ട്. ഏതായാലും ഇപ്പോൾ 2 സ്ട്രൈക്കർമാർ, ലെവൻഡോസ്കിക്ക് പകരം ആളെ കണ്ടെത്തണം. ഫെറാന് പകരം ബാഴ്സയിൽ നിന്ന് തന്നെ ആളുകളെ എത്തിക്കാം, മതി, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്ന് ഹൻസി ഫ്ലിക്ക് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഹംസയുടെ സാന്നിധ്യം അവിടെ വളരെ കൃത്യമാണ്. അത് നൽകുന്ന ആത്മവിശ്വാസം വളരെ കൃത്യമാണ്. അല്ലെങ്കിൽ പിന്നെ ഫോൾസ് നയനൊക്കെ വെച്ച് റാഫീഞ്ഞയെയോ അഡയേമിയെയോ ഗോർഡനെയോ ഒക്കെ ഉപയോഗപ്പെടുത്താനുള്ള ചില പ്ലാനുകളും അദ്ദേഹത്തിനുണ്ട്. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ബാഴ്സലോണക്ക് ഭാവിയിലേക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാവുന്ന ഒരു താരമാണ് ഹംസ അബ്ദുൽ കരീം. അവൻ ഓൾറെഡി അതിനുള്ള സൂചനകൾ തന്നു കഴിഞ്ഞു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.